ഹായ് ഫ്രണ്ട്സ്, ഗ്രേസൺ ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഇൻസ്ട്രുമെൻ്റാണ് നന്നാക്കാൻ പോകുന്നത്. എന്തായാലും നോക്കാം. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഞാൻ തന്നെ സസ്പെൻസ് പൊളിക്കാം. എന്ന് പറയുന്നത് നമ്മളെ ടാറ്റു ഒക്കെ ശരീരത്തിൽ ചെയ്തിട്ട് അതിനെ മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ലേസറാണ്. ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിനെ റെഡിയാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാന യൂണിറ്റ്. ഇതിനകത്താണ് ലേസർ ഡയോഡ് വരുന്നത്. ഓക്കെ, അതിൻ്റെ കൺട്രോൾ യൂണിറ്റും ബാക്കി പവറും അതെല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ലേസർ യൂണിറ്റ് നമ്മുടെ ടാറ്റു ഒക്കെ അടിച്ചിരിക്കുന്നതിനെ അടിച്ച് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പെഡൽ വന്നിട്ട് ഇവിടെ താഴെയാണ് വരുന്നത്. വർക്കിംഗ് പെഡൽ ഇതിലാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുന്ന് ലേസർ ബീം പോകും. ഇപ്പോൾ എന്തായാലും ഞാൻ ഓണാക്കിയിട്ടില്ല. ലേസർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് റേഡിയേഷനൊക്കെ ഉള്ള സംഭവമായതുകൊണ്ട് ഓണാക്കിയിട്ടില്ല. ഇതിൻ്റെ വിഷയം, ഇതിനകത്തുനിന്നൊരു പോയിൻ്റർ ഉണ്ട്, ലേസർ പോയിൻ്റർ. അതിന് ഡെൻസിറ്റി ഇല്ല, അതായത് അത് ഒട്ടും തെളിച്ചമില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം റിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് ഓണാക്കി കാണിക്കാം അതെന്താണ് സംഭവം. 720 ജൂള് അതിൻ്റെ ഫ്രീക്വൻസി 6 ആണ് കിടക്കുന്നത്. മുൻപ് എന്ന് പറയുന്നത് ഒരു 500 സംതിങ്ങിലൊക്കെ നല്ല ഇത് ലേസർ ഉണ്ടായിരുന്നു, അതായത് ഡെൻസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞു. പിന്നെ അതുപോലെ ഇതിനകത്തുള്ള ഒരു പോയിൻ്റർ വരുന്നുണ്ട്. അതിപ്പം നമുക്ക് ഈ ഇതിൽ കാണാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ഞാൻ ഒന്ന് ആർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഓക്കെ, മാർക്കിംഗ് ഏകദേശം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പോയിൻ്റർ വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് പൊളിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് സംവിധാനം. ഇത് ഇളക്കി ഇതെന്ന് പറയുന്നത് ഈ ഹോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് വാട്ടർ കൂളിംഗ് ആണ്. ഇതിന് ഓവർ ഹീറ്റ് ആകുമ്പം വാട്ടർ ഉപയോഗിച്ച് കൂളിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. അതിപ്പം കൊടുത്തിട്ടില്ല. ഇതിനകത്തുള്ള സപ്ലൈ ആണ് ഇതുവഴി പോകുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്, ലേസർ യൂണിറ്റ്. ഇവിടെ നിന്നാണ് അതിൻ്റെ ബീം പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഇളക്കി ഇതിനെ നമുക്ക് റിപ്പയർ ചെയ്യാം. എന്താ കാണാൻ കഴിയും, ഇത് ഇതിൻ്റെ ആനോഡും ഇത് കാഥോഡ്, അതായത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, രണ്ട് സപ്ലൈ. ഇതാണ് നമ്മുടെ ലേസർ പോയിൻ്റ് ചെയ്യുന്ന യൂണിറ്റ്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇളക്കി റിപ്പയർ ചെയ്യാനുള്ളത്. ഇളക്കാം. ഈ ഭാഗത്തു നിന്നാണ് ബീം ഇതിലേക്ക് ഇങ്ങോട്ട് പോകുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ബീം ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇളക്കുന്ന അലൈൻമെൻറ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വയ്ക്കുന്ന സമയത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഞാൻ ഈ ഭാഗത്ത്. ഓക്കെ, ലേസർ യൂണിറ്റ് ഇതിൽ നിന്നാണ് ഹൈ ബീം പോകുന്നത്. നമുക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിൻ്ററായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടില്ല, ആ ലേസർ യൂണിറ്റാണ് ഇത്. ഇതിനാണ് ഡെൻസിറ്റി കുറവ്. അപ്പോൾ ഇതിന് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് ലേസർ ഡയോഡ് തന്നെയാണ്. അപ്പോൾ ഞാനതിൻ്റെ സപ്ലൈ ഇളക്കുന്നു. നെഗറ്റീവ് ഇളക്കി, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, രണ്ട് ഇളക്കി.
ഇനി എക്സ്റ്റേണൽ വോൾട്ടേജിൽ നമ്മളൊന്ന് കൊടുത്ത് നോക്കാം. ഒരു 3 വോൾട്ട് മുതൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു 2 വോൾട്ട് മുതൽ ഇത് ഇനി അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കും. സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 3 വോൾട്ട് പവർ സപ്ലൈയിൽ സെറ്റ് ചെയ്തു. 2.5 റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് ഇതിൽ കൊടുത്തു. പോസിറ്റീവ് സപ്ലൈ, നെഗറ്റീവ് സപ്ലൈ നെഗറ്റീവ് കൊടുത്തു. വളരെ ഡെൻസിറ്റി കുറഞ്ഞ ഒരു പ്രകാശം വരുന്നുണ്ട്. കുറച്ചും കൂടെ വോൾട്ടേജ് ഒന്ന് ഹൈ ആക്കി കൊടുക്കുകയാണ്. 3.8 ഇട്ടിട്ട് പോലും പ്രകാശം പോരാ. അപ്പം ഞാൻ ഓൾറെഡി ലേസർ യൂണിറ്റ് വരുത്തി വെച്ചിട്ടുണ്ട്. ലേസർ ഈ കാണുന്ന യൂണിറ്റ് വരുത്തി വെച്ചിട്ടുണ്ട്. അതിനിടയിലും നമ്മൾ വരുത്തി വെച്ചിരുന്ന ആ ലേസർ ഡയോഡ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് പോയിൻ്റർ മാത്രമാണ്. നമ്മുടെ ബാൻഡ് ചെയ്യിപ്പിക്കുന്ന ലേസർ യൂണിറ്റ് ഇതായിരിക്കുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഗമ്മൊക്കെ ഇട്ട് നല്ല ഒട്ടിച്ച് സെക്യൂറാക്കി വെച്ചേക്കാണ്. കാരണം ഈ ലേസർ പോകുന്ന അതേ വേയിലൂടെയാണ് ആ ഹൈ ബീമും പോകുന്നത്. അപ്പം അതിങ്ങോട്ടൊന്നും ബാധിക്കാൻ പാടില്ല. യൂണിറ്റിന് ഇത്തിരി സെക്യൂറാക്കി വെച്ചേക്കും. ഉണ്ടല്ല ഇപ്പം ടെമ്പററി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നതാണ് പോയിൻ്റർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ. ഈ പോയിൻ്റർ കറക്റ്റ് ആവാതെ നമുക്കിത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കയറി അടിച്ച് കത്തി ശരിയാവും. അതുകൊണ്ട് ഈ ലേസർ പോയിൻ്റർ വളരെ അത്യാവശ്യമാണ് ഇതിനകത്ത്. രണ്ട് ലൈൻ കൊടുത്തു. ഇനി നമ്മളതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കും. വളരെ ഡേഞ്ചറസ് ആണ്, എല്ലാം പൊളിച്ച് വെച്ചേക്കും. എന്തായാലും ലേസർ പോയിൻ്റർ മാത്രം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഇതിൽ കിടന്നത് ഇതാണ് പോയിൻ്റർ, ലേസർ പോയിൻ്റർ. ഇത് പോയിരുന്നു. ഓൾറെഡി 5 എണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൽ 3 എണ്ണം ഓൾറെഡി ഇതിൽ കണക്ട് ചെയ്ത് അടിച്ച് പോയതായിരുന്നു. 3 എണ്ണം. ഒടുവിൽ 4ാമത്തെ സാധനം സൂട്ടബിളാക്കി. അതായത് ഇവിടുന്ന് ഓൺ ആക്കുന്ന സമയത്ത് ഒരു ഹൈ വോൾട്ടേജ് കയറി വരുന്നുണ്ട്. അങ്ങനെയാണ് അത് അടിച്ച് പൊയ്ക്കൊണ്ടിരുന്നത്. ഒടുവിൽ കണ്ടുപിടിച്ചതിന് വേണ്ടിയുള്ള റെഗുലേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പ്രശ്നം വരത്തില്ല. ഇതിനെ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഫുള്ള് മാസ്ക് ചെയ്യണം. ഇതിനകത്തോട്ട് സപ്ലൈ പുറത്തോട്ടൊന്നും പോകത്തില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിൽക്കാനുള്ള സൗകര്യമുണ്ട്, അതാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, കാണുന്നുണ്ടോ? ഇന്നെന്ന് പറയുന്നത് ഓൺ ചെയ്ത് ഇത് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു പോയിൻ്റ് കണക്കാക്കി നമുക്ക് ഇത് ഷൂട്ട് ചെയ്ത് ഓൾറെഡി ടാറ്റു ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവത്തെ ഇത് ഫുള്ളായിട്ട് മായത്തില്ല, കുറേശ്ശെ മായ്ക്കാൻ കഴിയും. കുറേശ്ശല്ല, ഒരു 70-75% വരെ പോകും. 2-3 തവണ അടിക്കുമ്പോഴേ ഫുള്ളായിട്ടുള്ളത് പോകത്തുള്ളൂ. പക്ഷെ ഇത് ശരീരത്തിന് കേടാണ്. ഓക്കെ, അപ്പം
എന്തായാലും അത് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെച്ച് ഓൺ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫുള്ള് കവർ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഓൺ ചെയ്ത് കാണിക്കും. നമ്മളിപ്പം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. ഈ ഒരു പോയിന്റിൽ തന്നെയാണ് വരുന്നത്, ഷൂട്ട് വീഴുന്നതെന്ന് നോക്കാം. ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ആ ഡോട്ട് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടോ? ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ പെഡൽ ഞാൻ കൊടുക്കുകയാണ്. ഏകദേശം ഡെൻസിറ്റി കുറച്ചുകൂടെ നമുക്ക് കൂട്ടാം. ഇതിൻ്റെ വർക്കിംഗ് ആണ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇത് ഓൾറെഡി സ്ക്രീനിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 700 ജൂളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പെഡൽ കാലിലാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. ശരി, അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പേന കൊണ്ട് വരച്ച വരയാണ് ആ പേപ്പർ കണ്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്.